തട്ടിപ്പുകളുടെ കാലമാണിത്. വിശ്വാസയോഗ്യമായി നടിച്ച് കബളിപ്പിക്കുന്നവരുണ്ട്. ഇരകളാകുന്ന പലരും മാനഹാനി ഭയന്ന് മിണ്ടാതിരിക്കും. ചിലർ നിയമപരമായി മുന്നോട്ട് പോകും. കാസർഗോഡ് നടന്ന ഒരു തട്ടിപ്പു കഥയാണിത്. ആ തട്ടിപ്പിൻ്റെ രീതി ഇങ്ങനെയാണ്. ഡോക്ടർ മുഹമ്മദ് സഹീർ പുതിയതായി തുടങ്ങുന്ന ആശുപത്രിയിൽ ഓഹരി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഈ വിരുദ്ധൻ പലരെയും കബളിപ്പിച്ചിട്ടുണ്ട്. പാനൂർ മൊകേരിയിലെ ഡോക്ടർ അപർണയിൽ നിന്ന് തട്ടിച്ചത് 17 ലക്ഷം രൂപയാണ്. കൊച്ചിയിൽ തങ്ങൾ ഒരാശുപത്രി തുടങ്ങാൻ പോകുന്നു, നിങ്ങളുടെ കയ്യിലുള്ള പണം ഈ ആശുപത്രിയിൽ നിക്ഷേപിച്ചാൽ ആശുപത്രിയുടെ ഓഹരിയും അതിൻ്റെ ലാഭവിഹിതവും തരാം. ഇതായിരുന്നു ഡോക്ടർ മുഹമ്മദ് സഹീറിൻ്റെ വാഗ്ദാനം. ഈ വാഗ്ദാനത്തിൽ അപർണ വിശ്വസിച്ചു. അങ്ങനെ ഡോക്ടർ അപർണ 2023 ജൂലൈയിൽ മുഹമ്മദ് സഹീറിൻ്റെ അക്കൗണ്ടിലേക്ക് 17 ലക്ഷം രൂപ അയച്ചു. എന്നാൽ അതിനുശേഷം ഇവർക്ക് ഓഹരിയും നൽകിയില്ല, ലാഭവിഹിതവും നൽകിയില്ല. ആരാണ് ഡോക്ടർ മുഹമ്മദ് സഹീർ? മംഗലാപുരത്തെ ഒരു മെഡിക്കൽ കോളേജിലാണ് MBBS ചെയ്തത് എന്നാണ് മുഹമ്മദ് സഹീറിൻ്റെ അവകാശവാദം. ഇയാൾ 2020 കാസർഗോഡ് കുമ്പളയിൽ ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ആശുപത്രി തുടങ്ങി. പല ഡോക്ടർമാരിൽ നിന്നും ലാഭവിഹിതവും ഓഹരിയും നൽകാമെന്ന് പറഞ്ഞ് മുഹമ്മദ് സഹീർ പണം വാങ്ങി. ആ പണം കൊണ്ട് ഉപ്പളയിലും ബദിയടുക്കയിലും പൈവളികയിലും കൊച്ചിയിലും ഇയാൾ ആശുപത്രികൾ തുടങ്ങി. കൊച്ചിയിലെ ആശുപത്രിയാകട്ടെ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ പോലും അറിയാതെ മറ്റൊരാശുപത്രിക്ക് മേൽവാടകയ്ക്ക് നൽകി മുഹമ്മദ് സഹീർ. ആ കെട്ടിട ഉടമയ്ക്ക് വാടക ഇനത്തിൽ കൊടുക്കാനുള്ളത് 1,70,00,000 രൂപയാണത്രേ. 1 കോടി രൂപ ഒരാഴ്ചയ്ക്കുള്ളിൽ കെട്ടിട ഉടമയ്ക്ക് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് വൻ തുക നൽകാനുണ്ടത്രേ. എന്നു മാത്രമല്ല, ഉപ്പളയിലെ ഇയാളുടെ ആശുപത്രി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും അനുമതിയില്ലാതെയാണ്. ഈ ആശുപത്രി അടച്ചുപൂട്ടാനുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട്. ഉപ്പളയിലെ ആശുപത്രി കെട്ടിടത്തിന് വാടക നൽകാത്തതുകൊണ്ട് ആശുപത്രി ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഉടമ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഡോക്ടർമാർക്ക് ശമ്പള ഇനത്തിൽ നൽകാനുള്ള തുകയ്ക്ക് ചെക്ക് നൽകുകയും അക്കൗണ്ടിൽ പണമില്ലാതെ ആ ചെക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കുമ്പളയിൽ മുഹമ്മദ് സഹീർ പുതിയതായി നിർമ്മിച്ച കെട്ടിടം ചട്ടവിരുദ്ധമായിട്ടാണ് നിർമ്മിച്ചതെന്നും അധികൃതർക്ക് കൈക്കൂലി നൽകിയാണ് ഈ കെട്ടിട നിർമ്മാണം നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. നികുതി അടയ്ക്കാതെ ആദായ നികുതി വകുപ്പിനെയും GST ഈടാക്കിയിട്ട് അതടയ്ക്കാതെ GST വകുപ്പിനെയും കബളിപ്പിക്കുകയാണെന്നും സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ പറയുന്നു. തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്ന് പോലും പണവും സ്വർണവും കടമായി വാങ്ങിയിട്ടുണ്ടെന്നും തിരികെ ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നും ആരോപണമുണ്ട്. ഇയാൾക്കെതിരെ നൽകിയ പരാതികളിൽ നടപടിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകുന്നതും പതിവാണ്. ഡോക്ടർ അപർണ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് ഒരുപക്ഷെ ഈ ഭയം കൊണ്ടായിരിക്കാം. പോലീസ് കേസെടുക്കാതെ വന്നതോടെയാണ് ഡോക്ടർ അപർണ കോടതിയെ സമീപിച്ചത്. കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ ഉത്തരവ് വന്നതോടെയാണ് ഇക്കഴിഞ്ഞ 13-ന് കാസർഗോഡ് പോലീസ് മുഹമ്മദ് സഹീറിനും പിതാവ് ഡോക്ടർ KP അലിക്കും സഹോദരിമാരും ഡോക്ടർമാരുമായ തൻസീഹ് A നർഗീസിനും ആയിഷത്ത് ഷംസീറയ്ക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 316, 318, 306, 351 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കാസർഗോഡ് അറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ് മുഹമ്മദ് സഹീർ. ഇയാളുടെ പിതാവ് ഡോക്ടർ KP അലിയെക്കുറിച്ച് നാട്ടുകാർക്ക് മതിപ്പാണ്. അദ്ദേഹം എങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർക്ക് അത്ഭുതം. മണിപ്പാലിൽ നിന്ന് MBBS പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നതെങ്കിലും മുഹമ്മദ് സഹീർ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് സഹീറിൻ്റെ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പരാതികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് വിവരം.